ധർമ്മസ്ഥലയിൽ ഇന്നും SITയുടെ അപ്രതീക്ഷിത നീക്കം. ക്ഷേത്രത്തിന് സമീപം ബാഹുബലി ബെട്ടയിലാണ് പരിശോധന നടക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, മാർക്ക് ചെയ്ത് 13ാം പോയിന്റിൽ ഇന്നൊരു വിശദമായ പരിശോധനയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്, ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്ത് പരിശോധന. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ SITയുടെ അന്വേഷണം ആരംഭിച്ചത് മുതൽ ഏറ്റവും പ്രധാനമായ ഒരു നീക്കം ക്ഷേത്ര ഭൂമിയിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നാണ്. നമുക്ക് എക്സ്ക്ലൂസീവ് ദൃശ്യം കാണാം, ശുചീകരണ തൊഴിലാളിയെ കാണാം, ആ സ്ഥലം കാണാം. ഇതുവരെ ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ നേരിട്ട് നമുക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതാ തത്സമയ ദൃശ്യം, തത്സമയ ദൃശ്യം അതാണ് കാണുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശുചീകരണ തൊഴിലാളിയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ദൃശ്യം നമുക്ക് കാണാം. ഉദ്യോഗസ്ഥർ കൂടിയാലോചന നടക്കുന്നു. ഇതിപ്പോൾ ഏറ്റവും പ്രധാനം, ഇതൊരു ക്ഷേത്രഭൂമിയാണ്. ക്ഷേത്രഭൂമിക്ക് അകത്തുള്ള ബാഹുബലി ബെട്ട എന്ന് പറയുന്ന വളരെ പ്രധാനമായ സ്ഥലത്താണ് ഈ അന്വേഷണം. ഇതുവരെ നടത്തിയ പരിശോധനകളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമാണ് ഇന്ന് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ ഇന്ന് വനഭൂമിയിലാണ് പരിശോധന എന്നായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. അങ്ങനെ ആ വാഹനത്തിനെ പിന്തുടർന്ന് ഈ സംഘം നേരെ ക്ഷേത്രഭൂമിക്കകത്തേക്ക് കയറുകയായിരുന്നു. അകത്തേക്ക് കയറി ആ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നിർണായകമായ പരിശോധന. 6 അടിയിൽ താഴ്ചയിൽ മാത്രം ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ശുചീകരണ തൊഴിലാളിയുടെ ആദ്യമായാണ് ഒരു പരിശോധന നടക്കുന്ന സ്ഥലത്ത് നിന്നും ഇത്രയും തത്സമയ ദൃശ്യം കാണിക്കാൻ സാധിക്കുന്നത്. ധർമ്മസ്ഥലയിൽ 11ാം ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ദൃശ്യം ഇപ്പോൾ കാണിക്കാൻ കഴിഞ്ഞതെന്നും ഇതിൽ പ്രത്യേകതയുണ്ട്. നമുക്ക് കാണാം, ഉദ്യോഗസ്ഥർക്ക് സമീപം നിൽക്കുന്നു. അത്രത്തോളം സാക്ഷിയെ വിശ്വസിച്ച് ഈ ഒരു ദൗത്യം മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു പരിശോധന എന്ന് പറയേണ്ടി വരും. ഇതുവരെ ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലോ ഒരു പരിശോധന നടന്നിരുന്നില്ല. സ്വകാര്യ എസ്റ്റേറ്റുകളൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യമായാണ് ഇങ്ങനൊരു നീക്കം SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം വിശ്വാസയോഗ്യമായാണ് സാക്ഷിയെ എടുത്തതെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇവിടെ നിന്നും മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ, മൃതദേഹാംശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കേസിൻ്റെ ഗതി തന്നെ മാറുമെന്ന് പറയേണ്ടി വരും. വളരെ വളരെ നിർണായകമായ സുപ്രധാനമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൻ്റെ ഒരുക്കങ്ങളാണ്. അല്പസമയത്തിനകം ഇവിടെയും കുഴിച്ച് പരിശോധിക്കും. ഒരു പക്ഷേ ഇപ്പോൾ മറച്ച് കെട്ടുന്നതിനുള്ള സാധനങ്ങളാണോ എന്ന് സംശയം. നേരത്തെ ഒന്നും ഇത്തരത്തിൽ നമുക്ക് ഇത്രയും അടുത്ത ദൃശ്യം ഇത് ആദ്യമായിരിക്കും ഈ 11ാം ദിവസം മണ്ണ് കുഴിച്ചുള്ള പരിശോധന നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശുചീകരണ തൊഴിലാളി അവിടെ ഇരിക്കുന്നു, ഉദ്യോഗസ്ഥർ ഒക്കെ ഇവിടെ ഉണ്ട്, എല്ലാ ഉദ്യോഗസ്ഥരുമുണ്ട്, IPS ഉദ്യോഗസ്ഥരുണ്ട്, SITയുടെ നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. നേരത്തെ വനഭൂമിയിലാണ്, സർക്കാർ ഭൂമിയിലാണ്, നേത്രാവതി പുഴയുടെ സ്നാനഘട്ടയിലും സമീപത്താണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ആ ക്ഷേത്ര ഭൂമിയിലേക്ക് SIT സംഘം കടന്നിരിക്കുന്നു എന്നതാണ് എത്രത്തോളം പ്രധാനമാണെന്ന് അത് ഊഹിക്കാവുന്നതുള്ളപ്പോൾ. ഇവിടെ ഇത്തരത്തിൽ 6 അടി താഴ്ചയിൽ മാത്രം ഒരു മൃതദേഹാവശിഷ്ടം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ മൊഴി. ആ മൊഴി പൂർണ്ണമായും വിശ്വസിച്ച് ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വകവെക്കാതെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം, SITയുടെ നീക്കം. ഇനിയുള്ള ഓരോ മണിക്കൂറുകളും ധർമ്മസ്ഥലയിൽ നിന്നും നിർണായകമെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുവരെ ഈ അന്വേഷണം SIT ഏറ്റെടുത്തത് മുതൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പക്ഷേ ഈ കുഴിച്ച് പരിശോധിക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ തത്സമയം കാണാൻ സാധിക്കില്ല. കാരണം അവർ അതിനുള്ള ഒരുക്കങ്ങളാണ്. ഇങ്ങനെ മറച്ച് വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം വസ്തുക്കൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചു. അത് നമ്മൾ നേരത്തെ തത്സമയം വാഹന വ്യൂഹം അത് നേരത്തെ നമ്മൾ തത്സമയം കാണിച്ചതാണ്. ഇപ്പോൾ കാണുന്നത് ആ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നു. നിരവധി ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. എന്തായാലും വളരെ സുപ്രധാനമായ നീക്കം. ക്ഷേത്രഭൂമിയിൽ കയറിയിരിക്കുന്നു ഈ ഒരു സംഘം, SIT സംഘം. അവിടെ പരിശോധന നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരുപാട് തെളിവുകൾ SITക്ക് ലഭിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ ഇത്രയും ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് ഇത്തരത്തിലും വിശ്വാസത്തിലെടുത്ത് ഇങ്ങനൊരു പരിശോധനയ്ക്ക് ഒരിക്കലും ഇറങ്ങില്ല. കാരണം ആ വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. അത് D ഗ്യാങ്ങിൻ്റെ ഭാഗത്തുനിന്നായാലും ഇവരുടെ ആളുകളുടെ ഭാഗത്തുനിന്നായാലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിശോധന ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് നടത്തണമെങ്കിൽ കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ നേരത്തെ പല വസ്തുക്കളും ഇത്തരത്തിൽ മൃതദേഹാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിവരങ്ങളൊന്നും SIT ഔദ്യോഗികമായി പുറത്തുവിടുന്നില്ല. അതുകൊണ്ട് തന്നെ എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു അതെല്ലാം വളരെ പ്രധാനമാണ്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ ശുചീകരണ തൊഴിലാളിയെ മാസ്ക് ഇട്ട് മറച്ച് മുഖം കാണാത്ത രീതിയിൽ ഇപ്പോഴും ഇതാര് എന്നറിയാത്ത ഐഡന്റിറ്റി
വെളിപ്പെടുത്താത്ത രീതിയിൽ അയാളെ ഓരോ സ്ഥലങ്ങളിലും നേരിട്ട് എത്തിച്ച് ഇങ്ങനെ തെളിവെടുപ്പ് നടത്തുന്നു. ഇയാൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ ശുചീകരണ തൊഴിലാളിയായിരുന്നു. ആ സമയത്ത് 100-ലധികം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമുക്ക് ആ ദൃശ്യം കാണാം. ഇതാണ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ശ്രീജ. വളരെ പ്രധാനമാണ്. ക്ഷേത്ര ഭൂമിയിലാണ് ഈ സ്ഥലം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് 6 അടിയോളം താഴ്ചയിൽ മാത്രം ഒരു മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടെ മറ്റ് നിർമ്മിതികളൊന്നും നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ ആ പുറത്തു വരുന്ന സത്യം അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായിരിക്കും. എങ്ങനെയാണ് ഈ ക്ഷേത്രഭൂമിയിൽ ഇങ്ങനെ ഒരു മൃതദേഹം കുഴിച്ചിടേണ്ടി വന്നതു? ആ സാഹചര്യം അതൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആരാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത് തനിക്ക് ഈ ഇത്തരത്തിൽ കുഴിച്ചിടാനെന്നും ഒക്കെ ഈ മൊഴിയുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ നിർണായകമായ ഘട്ടത്തിൽ ഈ അന്വേഷണം പോയെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് പച്ച ഇത് ഇട്ട് മറക്കുന്ന ഒരു ആണ്. എന്നാലും ഇത് ഒരു പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും, ഈ മറച്ചു വെച്ചതിന് ശേഷമായിരിക്കും ഈ കുഴിച്ച് പരിശോധന ഉണ്ടാവുക. മാധ്യമങ്ങൾ ഇവിടുന്ന് ഒരു പക്ഷേ മാറ്റിയേക്കാം. കാരണം അത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. ശുചീകരണ തൊഴിലാളി അവർക്ക് സമീപം തന്നെ ഇരിക്കുന്നു. SIT ഉദ്യോഗസ്ഥർ അതിന് കൃത്യമായ രാവിലെ കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഈ ഭാഗത്തേക്ക് വന്നത്. എന്തായാലും ഇതുവരെ 11 ദിവസം നമ്മൾ തുടർച്ചയായി ഈ SITയുടെ പരിശോധനയിൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം ഒരു നിർണായക നീക്കം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഈ അന്വേഷണത്തിലെ ഈ അന്വേഷണ സംഘം SIT സംഘം ധർമ്മസ്ഥലയിൽ എത്തിയതിനു ശേഷമുള്ള ഏറ്റവും സുപ്രധാനമായ നീക്കമാണിപ്പോൾ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ക്ഷേത്രഭൂമിയിലാണ് ഇന്നത്തെ ദിവസം പരിശോധന നടത്തുന്നത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്ഥലത്ത് മാർക്ക് ചെയ്ത് അവിടെ കുഴിച്ച് പരിശോധിക്കാനാണ് നീക്കം. വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. പക്ഷേ അതിനും അപ്പുറത്ത് അവിടെ കൃത്യമായ തെളിവുകൾ കിട്ടിയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രഭൂമിയിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് എന്ന് വേണം അനുമാനിക്കാൻ.